എന്തൊക്കെ ചെയ്യണം, അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്താലാണ് നമ്മളുടെ ചാനലൊന്ന് ഗ്രോ ആയി കിട്ടുക, അത്യാവശ്യം ഒരു വ്യൂസും കാര്യങ്ങളും ഒക്കെ നമ്മളുടെ ചാനൽ ആയി കിട്ടുക, അതേപോലെ സബ്സ്ക്രൈബർ എങ്ങനെയാകും എന്നുള്ള ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പോൾ പുതിയ യൂട്യൂബേഴ്സിന് കൂടുതലായിട്ടും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല, ഇങ്ങനത്തെ ട്രിക്കുകളൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ഇതുപോലെ യൂട്യൂബിൽ പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് കാര്യങ്ങൾ യൂട്യൂബിനെ കുറിച്ചുള്ള പൊതുവായ ഒരു ധാരണ വരുത്തുവാനും അതുവഴി അവർക്ക് ഒരു 10 രൂപ വരുമാനമുണ്ടാക്കാൻ നമ്മളെ കൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് കഴിയട്ടെ എന്ന് കരുതിയാണ് നമ്മൾ ഇതുപോലുള്ള വീഡിയോസുകൾ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയും അപ്പോൾ പുതിയ യൂട്യൂബിലെ പുതിയ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനും അതുവഴി അതിൽ പ്രവർത്തിക്കുവാനും അതുപോലെ തന്നെ അത്യാവശ്യം വീഡിയോസും വൈറലാകാനും ഒക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെയാണ് നമ്മളുടെ വീഡിയോ സജസ്റ്റഡിൽ എത്തിക്കുക എന്നതാണ് നമ്മളുടെ ഇന്നത്തെ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വിചാരിച്ചാൽ സജസ്റ്റഡ് എന്ന് ഉദ്ദേശിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങളൊന്ന് ഒരു കമൻറ്റ് ചെയ്തേക്കുക, എന്താണ് സജസ്റ്റഡ് വീഡിയോ, അതുകൊണ്ട് അതെങ്ങനെയാണ് നമ്മളുടെ വീഡിയോ സജസ്റ്റഡിൽ എത്തിക്കുക എന്നുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അങ്ങനത്തെ ചില കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ സജസ്റ്റഡ് വീഡിയോ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇപ്പോൾ ഒരു വീഡിയോ ഓൾറെഡി യൂട്യൂബിൽ വൈറലായ ഒരു വീഡിയോ, ആളുകൾ ഒരുപാട് ക്ലിക്ക് ചെയ്യുന്ന ഒരു വീഡിയോ, ആ വീഡിയോക്കടിയിലായിട്ട് നമ്മളുടെ വീഡിയോ പ്ലേ ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് അത് പ്ലേ ചെയ്യും. അതിന് കുറച്ച് ട്രിക്കുകളുണ്ട്, അത് ഞാൻ വഴിയെ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് എന്താ വിചാരിച്ചു കഴിഞ്ഞാൽ അതിന് നമുക്ക് ഒരു ചെറിയ രീതിയിലുള്ള ട്രിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് തീർച്ചയായിട്ടും നമ്മളുടെ വീഡിയോ സജസ്റ്റഡിൽ എത്തിക്കാൻ കഴിയും. ഒരു വീഡിയോ സജസ്റ്റഡിൽ എത്തിക്കഴിഞ്ഞാൽ ബാക്കി നമ്മളുടെ ചാനലിൽ എത്ര വീഡിയോസുകളുണ്ടെങ്കിലും ആ വീഡിയോസൊക്കെ നമുക്ക് സജസ്റ്റഡിൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ ആകുന്ന ഒരു സിമ്പിൾ രീതിയെക്കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും അതേപോലെ നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതേപോലുള്ള പുതിയ അപ്ഡേറ്റുകൾ കൊണ്ടുവരുവാനും എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ നമുക്കത് ചെയ്യുവാനും അതുപോലെ തന്നെ ഒട്ടുമിക്ക യൂട്യൂബേഴ്സും എന്തിനാണ് നമ്മളൊക്കെ യൂട്യൂബിലൊരു വീഡിയോ ഇടുന്നത്, നമ്മൾ യൂട്യൂബിൽ സ്ഥിരമായിട്ട് വീഡിയോ ഇടുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും ഒരു 10 രൂപ വരുമാനം ഉണ്ടാക്കണം, അതുവഴി നമുക്ക് നമ്മളുടെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ലേ. അപ്പോൾ അല്ലാതെ ഇടുന്ന ക്രിയേറ്റേഴ്സ് കുറച്ചേ ഉള്ളൂ. യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് എല്ലാവരും ഈ വീഡിയോസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ വെറുതെ വലിച്ചു വാരി അവിടുന്ന് ഇവിടുന്നൊക്കെ കുറേ വീഡിയോസ് ഇട്ടത് കൊണ്ടൊന്നും നമ്മളുടെ വീഡിയോ ഒരിക്കലും വൈറലാവുകയോ അതേപോലെ ക്ലിക്കാവുകയൊന്നുമില്ല. അതിന് നമ്മൾ കുറച്ച് അധ്വാനിച്ചാൽ മാത്രമേ നമ്മളുടെ ചാനൽ മുന്നോട്ട് ഗ്രോ ചെയ്ത് പോകാൻ സാധിക്കുകയുള്ളൂ. അതിന് കുറച്ച് ട്രിക്സുകളും കാര്യങ്ങളും ഉണ്ട്. അത് ഒട്ടുമിക്ക യൂട്യൂബേഴ്സും വലിയ വലിയ യൂട്യൂബേഴ്സും അത് ആർക്കും പറഞ്ഞു കൊടുക്കാറുമില്ല. സത്യം അതാണ്. ഒട്ടുമിക്ക യൂട്യൂബേഴ്സും ക്ലിക്കായി വന്ന ഒട്ടുമിക്ക യൂട്യൂബേഴ്സും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും സാധാ ക്രിയേറ്റേഴ്സിന് അതേപോലെ ചെറിയ ചെറിയ ക്രിയേറ്റേഴ്സിന് ഇത് പറഞ്ഞു കൊടുക്കാൻ തയ്യാറാവുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. എല്ലാവരും നിങ്ങളെപ്പോലെ തന്നെയാണ്, നിങ്ങളും ഇതേപോലെ തന്നെ ആയിരിക്കും മുന്നോട്ട് വന്നിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച ട്രിക്കുകളൊക്കെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആർക്കെങ്കിലും അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടെങ്കിൽ ഒരു 10 രൂപ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുകയാണെങ്കിൽ അതല്ലേ നല്ലത്. യൂട്യൂബേഴ്സ് ഒരിക്കലും അവർ ക്ലിക്കായ ഒരു രഹസ്യം അത് ആർക്കും പറഞ്ഞു കൊടുക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒട്ടുമിക്ക യൂട്യൂബേഴ്സും എങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ കുറേ വ്യാജമായ പ്രചരണങ്ങൾ നടത്തി എങ്ങനെയെങ്കിലും കുറച്ച് വ്യൂസ് ഉണ്ടാക്കാം എന്നുള്ള കണ്ടീഷനിലാണ്. അപ്പോൾ അവർ എന്ത് ചെയ്തിട്ടാണ് ക്ലിക്കായത് എന്നുള്ളത് അവരൊരിക്കലും പറയില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അവരുദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ,
പുതിയ യൂട്യൂബേഴ്സ് വന്നു കഴിഞ്ഞാൽ അവർക്കുള്ള വ്യൂസ് കുറയുമോ, അവരുടെ വരുമാനം കുറയുമോ എന്നുള്ളതൊക്കെ ആയിരിക്കും അവരുടെ സംശയം കാര്യങ്ങളും എല്ലാം. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു 10 രൂപ കിട്ടട്ടെ, ഒരു 10 രൂപ വരുമാനം ഉണ്ടാകട്ടെ എന്നുള്ള കണ്ടീഷനിലാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം. അപ്പോൾ ആർക്കെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ, ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ അത് നമുക്കൊരു ഗുണം തന്നെയല്ലേ. അപ്പോൾ എല്ലാവരും നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലായിക്കൊള്ളണം എന്നില്ലല്ലോ. അപ്പം നമുക്കറിയുന്ന കാര്യങ്ങൾ നമ്മളത് നമ്മളുടെ ചാനലിലൂടെ എല്ലാവരിലേക്കും എത്തിക്കുക. അപ്പോൾ കാണുന്നവർ എന്ത് ചെയ്യുക, അവർക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക, നമ്മൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ മറ്റുള്ളവർക്കൊന്ന് ഷെയർ കൂടി ചെയ്തു കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് മനസ്സിലാക്കാതെ ഒരുപാട് ആൾക്കാരുകൾ അവിടുന്ന് ഇവിടുന്നൊക്കെ വാരി വലിച്ച് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു ഉപകാരമാകട്ടെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് സജസ്റ്റഡിൽ നമ്മളുടെ വീഡിയോ എത്തിക്കാൻ സാധിക്കും എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ മെത്തേഡ്, ആ കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെ ചെയ്താലാണ് നമുക്ക് നമ്മളുടെ വീഡിയോ സജസ്റ്റഡിൽ എത്തിക്കാൻ കഴിയുക എന്നുള്ളതൊക്കെ ഞാനിതാ വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. അതിനായി നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷനുകൾ ഇന്ന് ലഭ്യമാണ്. അപ്പോൾ ആരും ഇതൊന്നും സെർച്ച് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അവരെത്തിപ്പെടാത്തതെന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുന്നു, നമ്മളൊരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി നമ്മളതിൽ കുറേ വീഡിയോസ് ഇട്ടു. അതുകൊണ്ട് കാര്യമല്ല. നമ്മൾ ഒരു കാര്യത്തിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ എല്ലാം അറിഞ്ഞില്ലെങ്കിലും ഒരത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിഞ്ഞ് നമ്മളത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിന് പ്രയോജനം ഉണ്ടാവുക തന്നെ ചെയ്യും. അപ്പോൾ അതിനായി പ്ലേ സ്റ്റോറിൽ ഒരു ആപ്ലിക്കേഷൻ, ഒരാപ്ലിക്കേഷനല്ല, നിരവധി ആപ്ലിക്കേഷനുകൾ ലഭ്യമാണ്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ YT ആപ്ലിക്കേഷനാണ്. അപ്പോൾ നിരവധി ആപ്ലിക്കേഷനുകളുണ്ട്. നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ മനസ്സിലാകും. യൂട്യൂബ് SEO അല്ലെങ്കിൽ സജസ്റ്റഡ് ആപ്ലിക്കേഷനുകൾ എന്നൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ആപ്ലിക്കേഷനുകൾ കിട്ടും. ചില ആപ്ലിക്കേഷനുകൾ നമുക്ക് ഫേക്കായിട്ടുള്ള കാര്യങ്ങൾ ഇൻഫർമേഷൻ തരും. ചില ആപ്ലിക്കേഷനുകൾ നമുക്ക് ജെനുവനായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അതിൽ രേഖപ്പെടുത്തി തരും. അപ്പോൾ നമുക്ക് ജെനുവനായിട്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ YT ടൂൾ എന്ന ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. അപ്പോൾ എല്ലാവരും അതൊന്ന് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അതിൽ ഒരുപാട് ഓപ്ഷനുകൾ കാണിക്കും. അപ്പോൾ അതെന്താണെന്നൊക്കെ ഉള്ളത് നമുക്കതൊരു വീഡിയോ വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാകും. അതിലെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, അതിൽ നമ്മൾ കീവേഡുകൾ എങ്ങനെയാണ് സെർച്ച് ചെയ്യേണ്ടത്, അതുപോലെ കീവേഡുകൾ എങ്ങനെയാണ് നമ്മൾ ടൈറ്റിലിൽ ഉപയോഗിക്കേണ്ടത്, അതുപോലെ നമുക്ക് എങ്ങനെയാണ് ടാഗിൽ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ വിശദമായിട്ട് തന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പം നിങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാകും. അപ്പം ഞാൻ വെറുതെ പറഞ്ഞു തന്നതും കൊണ്ട് കാര്യം ഉണ്ടാവില്ല എന്ന് എനിക്കും തോന്നുന്നു. അപ്പം നമുക്കത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു ക്ലാരിറ്റി എല്ലാവരിലേക്കും എത്തുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് ഇൻ്റർഫേസ് എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ നമുക്ക് ആദ്യമായിട്ട് കാണാൻ സാധിക്കുന്നത് വീഡിയോ ടാഗ് എക്സ്ട്രാക്ടർ എന്നാണ്. അപ്പോൾ നമുക്ക് യൂട്യൂബിൽ തന്നെയുള്ള ഏതെങ്കിലും ഒരു വീഡിയോസിൻ്റെ ലിങ്ക് കോപ്പി ചെയ്തുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ടാഗ് എക്സ്ട്രാക്ടർ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആ വീഡിയോ ലിങ്ക് ഇതിൽ കോപ്പി ചെയ്തിട്ട് നമുക്ക് ടാഗ് എക്സ്ട്രാക്റ്റ് എന്നുള്ളതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ ഉപയോഗിച്ചിരിക്കുന്ന സകല ടാഗുകളും നമുക്ക് ഓൾറെഡി നമ്മളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ ഇതാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി പറഞ്ഞു തരാം. നമ്മൾ യൂട്യൂബിൽ ഏതെങ്കിലും ഒരു വൈറലായ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന അതേ കണ്ടൻറ്റിലുള്ള വീഡിയോ ഏറ്റവും കൂടുതൽ വ്യൂസ് വന്ന വീഡിയോസിൻ്റെ
ലിങ്ക് കോപ്പി ചെയ്തുകൊണ്ട് യൂട്യൂബിൽ നിന്ന് കോപ്പി ചെയ്തുകൊണ്ട് ആ ലിങ്ക് ഈ ആപ്ലിക്കേഷനിൽ ഇതിൽ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഈ ടാഗ് എക്സ്ട്രാക്ടർ എന്നുള്ളതിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ വീഡിയോയിൽ ഉപയോഗിച്ച ടാഗുകളെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അത് നമുക്ക് കോപ്പി ചെയ്ത് നമ്മളുടെ വീഡിയോയിൽ ഉപയോഗിക്കാം. അപ്പോൾ ഇതിൽ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് കീവേഡ് സജഷൻ. ഇതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. അപ്പം നമുക്ക് ഏത് കീവേഡിലാണ് അല്ലെങ്കിൽ ഏത് ടോപ്പിക്കിലാണ് നമ്മൾ വീഡിയോ ചെയ്തത് എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഞാനിപ്പോൾ ഒരു ഡാൻസ് വീഡിയോ ആണ് ചെയ്യുന്നതെങ്കിൽ ഞാനിവിടെ ഡാൻസ് എന്ന് അടിച്ച് കാണിച്ചു തരാം. ടാഗ് എക്സ്ട്രാക്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഡാൻസിൻ്റെ കീവേഡുകൾ മുഴുവനായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ ഏതൊക്കെ കീവേഡാണ് നമുക്ക് വേണ്ടത് എന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഇതേപോലെ സെലക്ട് ചെയ്ത് ഇവിടെ ഓൾ കോപ്പി ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതേപോലെ തന്നെ ഓരോന്നായിട്ടും നമുക്ക് കോപ്പി ചെയ്തെടുക്കാനുള്ള ഓപ്ഷനുമുണ്ട്. അപ്പോൾ ഈ ഒരു സംഗതിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിച്ചതും. എങ്ങനെയാണ് നമ്മളുടെ വീഡിയോ സജസ്റ്റഡിൽ എത്തിക്കുക എന്നുള്ളതിന് ഈ ആപ്ലിക്കേഷൻ്റെ ഈ ഒരു ഓപ്ഷനാണ് നമുക്ക് മെയിനായിട്ട് ഇതിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ ഏത് വേണമെങ്കിലും, ഇപ്പോൾ നമുക്ക് ഏത് കാറ്റഗറിയിലാണെങ്കിലും നമുക്കിതിൽ തന്നെ സെർച്ച് ചെയ്തുകൊണ്ട് നമുക്കതിൽ ഏറ്റവും ഫേമസ് ആയ കീവേഡുകളും വൈറലായ കീവേഡുകളും നമുക്ക് സെലക്ട് ചെയ്ത് നമ്മളുടെ വീഡിയോയിൽ ഉപയോഗിക്കാം. ഇപ്പം ഞാൻ ഇതിലൊന്ന് യൂട്യൂബ് എന്ന് വെറുതെ അടിച്ച് കാണിക്കാം. അപ്പോൾ ഇതിൽ യൂട്യൂബ് എന്നുള്ള ഓപ്ഷൻ അടിച്ച് കാണിക്കുമ്പോൾ ഇതാണ്ടോ യൂട്യൂബ് കീവേഡുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയാണ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക. അതേപോലെ ഈ ആപ്ലിക്കേഷനിൽ അടുത്തത് എന്ന് പറഞ്ഞാൽ നമുക്ക് ടാഗ് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. പുതിയ ടാഗുകൾ നമുക്ക് നിർമ്മിക്കണമെങ്കിൽ ആ ടാഗ് നമുക്ക് ഇതിൽ കൊടുത്തുകൊണ്ട് ഇതിൽ നമുക്ക് ടൈപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ നമുക്ക് നൽകുന്ന ടാഗുകൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാലും നമുക്ക് നമ്മളുടെ വീഡിയോ സജസ്റ്റഡിൽ എത്തിക്കാൻ കഴിയും. ഇപ്പം ഞാനിതിൽ ഡാൻസ് എന്ന് തന്നെ വെറുതെ ഒരു കീവേഡ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് അടിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഡാൻസിൻ്റെ പുതിയ കീവേഡുകൾ നമുക്ക് ഓൾറെഡി ഹാഷ്ടാഗ് രൂപത്തിൽ നമുക്ക് ജനറേറ്റായി വന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയാണ് നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ വീഡിയോ എല്ലാം സജസ്റ്റഡിൽ എത്തിക്കാനും അതുവഴി പെട്ടെന്ന് നമ്മളുടെ ചാനൽ ഗ്രോ ചെയ്യുവാനും ഒക്കെയുള്ള ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. ഇതേപോലെ തന്നെ യൂട്യൂബിലുള്ള ട്രെൻഡിങ് വീഡിയോസുകൾ ഇതിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് നമുക്ക് ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്യാനുള്ള നമുക്ക് ഒരു വീഡിയോക്ക് അനുയോജ്യമായ ടൈറ്റിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ ടൈറ്റിലിടാൻ ഉദ്ദേശിച്ച ആദ്യത്തെ ഒരു വേർഡ് നമ്മൾ ഇതിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ആപ്ലിക്കേഷൻ തന്നെ നല്ല അടിപൊളി ടൈറ്റിലുകളും നമുക്ക് ഈ ആപ്ലിക്കേഷൻ കണ്ടെത്തി തരും. അപ്പോൾ എല്ലാവരും ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഉപയോഗിച്ച് നോക്കുക. നല്ല ഫലപ്രദമായ എനിക്ക് ഉപയോഗിച്ചിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടിയ ആപ്ലിക്കേഷനാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉപയോഗിച്ച് നോക്കുക. ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇതിൻ്റെ ഒരു ഫലപ്രദമായ റിസൾട്ട് നിങ്ങൾക്കും വരുന്നതാണ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇനിയുള്ള വീഡിയോകൾ കൂടി കാണുവാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഒന്ന് ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് എനേബിൾ ചെയ്ത് പൂർണ്ണ സപ്പോർട്ട് തരുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ പറയാനുള്ളൂ. എല്ലാവർക്കും പൂർണ്ണമായും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്നാൽ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ജയ് ഹിന്ദ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്. ന്യൂ ക്രിയേറ്റേഴ്സിന് പ്രത്യേകിച്ചും നല്ല യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കാനും ഈസി ആയിട്ട് ഉപയോഗിക്കുവാനും അതുപോലെ തന്നെ അതുവഴി വീഡിയോ നല്ല ഗ്രോ ചെയ്യുവാനും നമ്മളുടെ വീഡിയോ മറ്റു വീഡിയോകളുടെ കൂടെ ഉൾപ്പെടുത്തി സജസ്റ്റഡിൽ നിന്ന് ഒരുപാട് വ്യൂസ് ലഭിക്കുവാനും അതുവഴി നമ്മളുടെ ചാനലിൽ മോണിറ്റൈസേഷൻ ലഭിക്കുവാനും
അതുപോലെ തന്നെ ഒരു 10 രൂപ സമ്പാദിക്കുവാനും ഒക്കെ ഒരു യൂസ്ഫുള്ളാകുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാനിന്ന് പരിചയപ്പെടുത്തിയത്. ഒരു ഒട്ടുമിക്ക വൈറലായിട്ടുള്ള ഒരു ക്രിയേറ്റേഴ്സും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരിക്കലും ഒരു ന്യൂ ക്രിയേറ്റേഴ്സിനും പറഞ്ഞു കൊടുക്കുന്നില്ല. അപ്പം നമ്മളിത് പറയുന്നത് എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, യൂട്യൂബിൽ ആരെങ്കിലുമൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിന് അവർക്ക് തക്കതായ ഒരു പ്രതിഫലം എന്നെങ്കിലും ലഭിക്കട്ടെ, നമ്മൾ കാരണമെങ്കിലും ലഭിക്കട്ടെ എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ നമ്മളുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. അറിയാത്ത ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ട്, അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മളുടെ ചാനലിലെ വീഡിയോകളൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക. അതിനുശേഷം നമുക്ക് നമ്മളുടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തു വെക്കുക. അപ്പം നമുക്ക് പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് ആദ്യം തന്നെ എത്തുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ജയ് ഹിന്ദ്.